ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈത്ത് അമീറുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി കുവൈത്തിനെതിരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ വിദേശ നയത്തിന് കീഴിൽ കാര്യമായ പരിവർത്തനമുണ്ടായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യൻ പൌരന്മാർക്ക് വിദേശത്തുള്ള തൊഴിൽ സാധ്യത സുഗമമാക്കിയതായും രാജ്യത്തെ വ്യവസായികൾക്ക് വിദേശ വിപണി പ്രവേശനം ലഭിക്കുന്നതിന് ശക്തമായ പിന്തുണ നൽകിയതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിബിജി റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1-ാം തീയതി മുതൽ പുതിയ നിയമം നിലവിൽ വരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലാൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3 ആയി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സ്കൂൾ സന്ദർശിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68-ൽ നിന്ന് 38 ആയതായി മന്ത്രി പറഞ്ഞു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം നാളെ ലഭിക്കും. ഹോട്ടലുകളിലും തട്ടുകടകളിലും കർശന പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ്, ഡബിൾ നെറ്റ് എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാന ബോട്ടുകൾ അടിയന്തരമായി തീരം വിട്ടു പോകണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗമാണ് ഈ വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയത്. 2026ലെ പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. വെള്ളിയാഴ്ച രാവിലെ 10-ന് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വീണയ്ക്ക് ED സമൻസ് അയച്ചു. CMRL MD ശശിധരൻ കർത്ത ഉൾപ്പെടെ ബന്ധപ്പെട്ട 8 പേർക്കും സമൻസ് അയച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥരായ S സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. കൃഷി മന്ത്രാലയത്തിന്റെ ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടിയുടെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. സുസ്ഥിര കൃഷിരീതി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മാസം 30 വരെ രാജ്യവ്യാപകമായാണ് ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 21 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 13 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ഭക്ഷ്യസുരക്ഷ, കാലാവസ്ഥ സൌഹൃദ കൃഷി തുടങ്ങിയവ ചർച്ച ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.